Hello guys, MalluKarper in the Pudir video like എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് നമുക്ക് ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ്. ഈ കോവിഡ് ഒക്കെ വന്നതിന്റെ ശേഷമാണെങ്കിലോ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ പല ആളുകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണെങ്കിലോ പെട്രോളിന് വില കൂടി, സാധനങ്ങൾക്കും വില കൂടി, ആകെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കറണ്ടിൻ്റെ വണ്ടികൾക്കൊക്കെ കുറച്ച് സെയിൽ കൂടുതലാണ്. സാധാരണയുള്ള വണ്ടികളുടെ സെയിൽ കുറച്ച് കുറവായതുകൊണ്ട് അവർ തന്ന പണിയാണോ എന്താണെന്നറിയില്ല. എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ കറണ്ട് ബില്ലല്ല ഇനി കൂടാൻ പോവുകയാണെന്നുള്ളത്. കറണ്ടിൻ്റെ വണ്ടി കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല, KCB കൂട്ടുകയാണോ എന്നറിയില്ല, നമ്മളെ വീട്ടിലെ ഉപയോഗം കൂടിയിട്ടാണോ എന്നറിയില്ല, കറണ്ട് ബില്ലൊക്കെ കൂടാൻ പോകാമെന്ന് പറയുന്നതും കേൾക്കുന്നുണ്ട്. കറണ്ട് ബില്ലൊക്കെ ഒരുപാട് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലെ കറണ്ട് ബില്ലൊക്കെ കുറക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ തമാശ പറഞ്ഞൊന്നല്ല കേട്ടോ, വീട്ടിലെ കറണ്ട് ബില്ലിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് കുറക്കാൻ സാധിക്കും. എന്താ പ്രൊഡക്റ്റ് എന്നല്ലേ, നമുക്ക് ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഗായ്സ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന പ്രൊഡക്റ്റ്. ഇംപെക്സ് എന്ന ബ്രാൻഡിൻ്റെ ടെസ്ല 31 എന്ന് പറഞ്ഞ ഈ ഒരു BLDC ഫാനാണ് ഞാൻ പറഞ്ഞു വന്ന പ്രൊഡക്റ്റ്. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫാനുകൾക്ക് പറയുന്നത് ഇൻഡക്ഷൻ ഫാനുകൾ എന്നാണ്. ഈ ഫാനുകൾ ഉപയോഗിക്കുന്നതിലേറെ എന്ത് മെച്ചാണ് ഈ BLDC ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതെന്നും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കറണ്ട് ബില്ല് കുറയുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അത് മാത്രമല്ല, സാധാരണ ഫാനും അതുപോലെ തന്നെ ഈ ഒരു ഫാനും വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം കറണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചെക്കും ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ BLDC ഫാനും സാധാരണ ഫാനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം നമ്മൾ വീട്ടിൽ ഓൾറെഡി ഉപയോഗിക്കുന്ന ഫാനിലേറെ എന്ത് വ്യത്യാസമാണ് ഈ ഒരു ഫാനുകൾക്ക് ഉള്ളതെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കണ്ടേ. അതായത് ഈ BLDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ്ലെസ് DC മോട്ടോഴ്സാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വീട്ടിലെ കറണ്ടൊക്കെ നമ്മൾ AC ആണെന്നും ബാറ്ററിയിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്ന കറണ്ട് DC ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ വീട്ടിലെ കറണ്ടിൽ നിന്ന് തന്നെ, അതായത് ഒരു ഫാനിൻ്റെ പാർട്സുകൾ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റർ ഉണ്ടാവും, ഒരു റോട്ടർ ഉണ്ടാവും. ഈ റോട്ടറിൻ്റെയും സ്റ്റാറ്ററിൻ്റെയും ഇടയിൽ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷുകൾ. അങ്ങനെ ഒരു ബ്രഷ് ഇല്ലാത്ത മോട്ടറാണ് ഈ BLDC മോട്ടറുകൾ ഉപയോഗിക്കുന്നത്. അതായത് സാധാരണ ഇൻഡക്ഷൻ ഫാനുകളിൽ നിന്ന് ഈ BLDC ഫാനുകളിൽ വ്യത്യസ്തമായി ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോട്ടറിൽ, അതായത് ഈ ഫാനിൻ്റെ തിരിയുന്നൊരു പാർട്ട് ഉണ്ടാവുമല്ലോ, ഈ പാർട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റുകളാണ്. അതുപോലെ സ്റ്റാറ്ററിലാണെങ്കിലോ നല്ല കോപ്പർ വൈൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്ന സമയത്ത്, കറണ്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ നോർമലി മാഗ്നറ്റിക് ഫ്ലക്സുകൾ ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫ്ലക്സുകൾ ഉണ്ടാകുമ്പോൾ ഈ പെർമനൻറ്റ് മാഗ്നറ്റ് ഓൾറെഡി റോട്ടറിലുണ്ടല്ലോ, അപ്പോൾ സെയിം പൊളാരിറ്റീസ് വരുമ്പോൾ, അതായത് ഒരു കാന്തം മാഗ്നറ്റൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് സൗത്തും നോർത്തും വരുമ്പോൾ അത് അട്രാക്ട് ചെയ്യും. അതുപോലെ സൗത്തും അല്ലെങ്കിൽ നോർത്തും ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രാക്ട് ചെയ്യും. അത് ആകർഷിക്കുന്നതിന് പകരം അത് ഡിസ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫാനിനകത്തുള്ള പെർമനൻറ്റ് മാഗ്നറ്റും അതുപോലെ തന്നെ ഈ ഒരു കോപ്പർ വൈൻഡിങ്ങിൽ വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സും തമ്മിൽ സെയിം പൊളാരിറ്റീസ് വരുമ്പോൾ അത് റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു റൊട്ടേഷൻ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊളാരിറ്റീസ്, ഈ റോട്ടറിൻ്റെയും സ്റ്റാറ്ററിൻ്റെയും പൊളാരിറ്റീസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ഇലക്ട്രോണിക് ഡ്രൈവ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പൊളാരിറ്റീസ് ചേഞ്ച് ചെയ്യുകയാണ് ഈ BLDC ഫാനുകളിൽ ചെയ്യുന്നത്. സാധാരണ നമുക്ക് ഫാനുകളിൽ അറിയാം വെറും ഇലക്ട്രിക് പാർട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മൾ ഈ സാധാരണ ഇലക്ട്രോണിക്സ് ഉണ്ടാവുന്ന പോലെ ബോർഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ BLDC ഫാനുകളിൽ അങ്ങനെ ബോർഡും വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇലക്ട്രോണിക് ഡ്രൈവ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പൊളാരിറ്റീസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് ഇതിൽ എന്തൊക്കെയാണ് അവർ തന്നിട്ടുള്ളത്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലായിട്ടൊന്ന് നോക്കാം. അതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ കൂടെയുള്ള ബെല്ലൈക്കണും എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ലീഫ് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ മോട്ടറിൻ്റെ ഈ ഒരു ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് ഇതിൻ്റെ ഡൗൺ റോഡ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ജസ്റ്റ് കനോപ്പീസ് കാര്യങ്ങൾ, അതുപോലെ ആരും വായിക്കാത്തൊരു പുസ്തകം ഉണ്ടല്ലോ യൂസർ മാനുവൽ, അതും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കംപ്ലീറ്റ് കൺട്രോൾ കാര്യങ്ങൾ റെഗുലേറ്ററൊക്കെ റിമോട്ടിലാണ് വരുന്നത്. പിന്നെ നമ്മളതിൻ്റെ മോട്ടറും വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും സാധാരണ ഫാനുകളുടെ പോലെ അല്ലല്ലോ, അതിൻ്റെ മുകളിൽ എന്തോ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്കൊന്ന് അയച്ച് നോക്കാം. കണ്ടില്ല, സാധാരണ ഫാനുകൾക്ക് ഇല്ലാത്ത ഒരു എക്സ്ട്രാ ഒരു സംഭവം തമ്മിലുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ട്രോണിക് ഡ്രൈവ്, BLDC ഡ്രൈവ് വെച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റാറ്ററിലും റോട്ടറിലും ഉള്ള പൊളാരിറ്റീസ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഇലക്ട്രോണിക് പാർട്ടുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്.
നമ്മൾ പണ്ടത്തെ ഫാനുകളുടെ പോലെ കപ്പാസിറ്റർ ഒന്നും ഇല്ല കേട്ടോ. ഇതിന് കപ്പാസിറ്ററിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇതിന് വരുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ സൈഡിലേക്ക് വെച്ചിട്ട് ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതലെന്ന് നോക്കാം. ഇത് നമ്മൾ നോർമലി അറിയാലോ, അതിൻ്റെ കാനോപ്പീസ് കാര്യങ്ങളാണ്, അതിൻ്റെ ഡൗൺ റോഡ്. ഒരു സംഭവം മിസ്സിങ് ഉണ്ട്, ഒറ്റ മിനിറ്റ്. അത് നമ്മളെ ബോക്സിൽ തന്നെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഷാക്കിൾ കിറ്റ് ഇതിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് നമ്മളെ ലീവ് സെറ്റും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഡറിൽ വെക്കാം. അങ്ങനെ നമ്മളെല്ലാ പാർട്സും കൂടെ ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു അപ്പിയറൻസും ബിൽഡ് ക്വാളിറ്റിയും നോക്കാം. നല്ല മാറ്റ് വൈറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റിങ്ങും നല്ല ക്വാളിറ്റിയുള്ള ബോഡി പാർട്സുമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഓൾറെഡി ഉപയോഗിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് മോഡലുള്ള ഈ ഫാനിൻ്റെ രീതിയിൽ തന്നെ BLDC ഫാൻ വന്നത് എല്ലാവർക്കും നല്ലൊരു ഫീച്ചറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ BLDC ഫാനൊക്കെ വന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ ഫാനൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് പകരം BLDC ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളെ വീട്ടിലെ പെയിൻറ്റിങ്ങും ഇൻറ്റീരിയറൊക്കെ മാച്ച് ആക്കിയിട്ടുള്ള രീതിയിലുള്ള ഫാനൊക്കെ ആയിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു BLDC ഫാനൊക്കെ മാർക്കറ്റിൽ വന്ന സമയത്ത് അത് കാണാൻ തന്നെ വേറെ ഓരോ സ്റ്റൈലുകൾ ഒരു ഡിഫറെൻ്റായിട്ട് ഭംഗിയില്ല, അത് മോശം ലുക്കാണ് എന്നുള്ള രീതിയിലല്ല, പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറിങ്ങും ഒക്കെ ആയിരുന്നു അതിനുണ്ടായിരുന്നത്. സത്യത്തിൽ ആ സമയത്തൊക്കെ എനിക്ക് BLDC ഫാനൊക്കെ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും വാങ്ങാതിരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പെയിൻറ്റിങ്ങിലേക്കൊന്നും മാച്ച് ആവില്ല എന്നുള്ളൊരു കാരണം കൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ സാധാരണ ഒക്കെ ഉപയോഗിക്കുന്ന അതേ സ്റ്റാൻഡേർഡ് ഫാനിൻ്റെ അതേ ഒരു സ്റ്റൈലിൽ നല്ല ഫിനിഷിങ്, നല്ലൊരു ബ്രാൻഡ് ഫീലുണ്ട് ഈ ഒരു ഫാനിൻ്റെ മോട്ടറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേ പെയിൻറ്റിങ് തന്നെയാണ് ഇവരിതിൻ്റെ ലീഫിനൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല മാറ്റ് ഫിനിഷ് ആയിട്ട്, അതായത് നല്ല ഷൈനിങ് ഉണ്ടെങ്കിലും അതായത് ഒരു മാറ്റ് ഷൈനിങ് ആണ്. നമ്മൾ ഈ ഒരു സിൽക്കി മാറ്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള നല്ല ഒരു ബ്രാൻഡ് ഫീലാണ്. നല്ല ക്വാളിറ്റി ഉള്ള, കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒന്നും പറയാനില്ല, ഭയങ്കരമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ കേട്ടോ. ഒരിക്കലും ഇത് ഇംപെക്സിൽ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു പ്രൊഡക്റ്റ് തന്നിട്ടൊരു പരസ്യം ചെയ്യാമെന്ന് കരുതരുത്. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരിക്കലും ഞാൻ അവർക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ ചെയ്യല്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. സാധാരണ പല കമ്പനീൻ്റെ ഫാനൊക്കെ വാങ്ങുമ്പോൾ ഈ ഡൗൺ റോഡിലൊക്കെ നമുക്ക് അതേ സെയിം ക്വാളിറ്റിയുള്ള പെയിൻറ്റിങ്ങൊന്നും നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. പക്ഷേ ഇവർ ചെയ്തതിൽ സെയിം ക്വാളിറ്റി അവർ ഈ ഡൗൺ റോഡിൻ്റെ പെയിൻറ്റിങ്ങിൽ വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കനോപ്പീസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ നല്ല മാറ്റ് ഫിനിഷായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതിൽ നല്ല ഇംപെക്സിൻ്റെ ലോഗൊക്കെ അവർ പ്രിൻറ്റ് ചെയ്ത് നല്ല ഭംഗിയിലാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പിയറൻസിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെക്കിലേക്ക് കിടക്കാം. സ്പെക്കിലേക്ക് കിടക്കുമ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിമോട്ടിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ കാണുന്ന റിമോട്ട് പോലെ ഒരു സാധാരണ ഒരു ഇൻഫ്രാറെഡ് സെൻസറായിട്ട് ഒരു ചെറിയൊരു LED പോലെ ഇവിടെ കാണാറുണ്ട്. ഇതിനതൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു RF റിമോട്ടാണ്. അതായത് നമ്മൾ രാത്രിയിലൊക്കെ നമ്മൾ കടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ നേരെ ഫാനിൻ്റെ നേരെ ചൂണ്ടിയിട്ടൊന്നും ഇത് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഏത് ആംഗിളിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം RF എന്ന് പറയുമ്പോൾ നമ്മൾ റേഡിയോ ഫ്രീക്വൻസിയാണ്. ഇൻഫ്രാറെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ട്രൈറ്റ് ആക്കി പിടിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഈ RF റിമോട്ടാകുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നേരെ ആദ്യം നോർമലി എല്ലാ റിമോട്ടും ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ഇതിൽ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണാം സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ. ഈ ഒരു ബട്ടൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ കടന്നുറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഫാനൊക്കെ മാക്സിമം സ്പീഡിലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ കിടന്നുറങ്ങും. പക്ഷേ കിടന്നുകൊണ്ട് ഏകദേശം ഒരു സമയം പോകുന്നതിനനുസരിച്ച് തണുപ്പ് കൂടി വരും. അതായത് ചൂട് കുറഞ്ഞു വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് തണുക്കുകയും ചെയ്യും, പുതപ്പുകൊണ്ടായിട്ട് മതിയാവില്ല. അതുകൊണ്ട് പക്ഷേ ഉറക്കത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണെങ്കിലും നമുക്ക് എണീക്കാനായിട്ട് തോന്നില്ല. എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആയിരിക്കും അത്. നമ്മളെ പോലെയുള്ള മടി പിടിച്ച മലയാളികൾക്കൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ടുള്ളൊരു ഫീച്ചറാണ് കേട്ടോ ഈ സ്മാർട്ട് എന്നുള്ള ബട്ടൺ. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് എന്നുള്ള ബട്ടണിൽ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്പീഡിലാണോ നമ്മൾ ഈ ഫാൻ യൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് 2 മണിക്കൂർ കഴിയുമ്പോൾ ഓരോ പോയിൻ്റ് സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് റെഡ്യൂസ് ആവും. അപ്പോൾ നമുക്ക് നമ്മളെ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കുറയുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. അതാണ് ഈ സ്മാർട്ട് ബട്ടൻ്റെ ഒരു ഫീച്ചർ. പിന്നെ അതിൻ്റെ താഴായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ റെഗുലേറ്ററാണ്. അതായത് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ നോർമലി ഉള്ള പോലെ തന്നെ 6 സ്പീഡാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിൽ ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഇതിൻ്റെ ടെർബോ. പിന്നെ ഇതിൻ്റെ താഴെ ഒരു 5 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് 1H 2H 4H 6H 8H. അതായത് ഈ H എന്ന് പറഞ്ഞത് ഹവേഴ്സ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഈ ഫാനിന് നമുക്ക് എന്ത് ചെയ്യാം,
ടൈമർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഈ 1H അതായത് 1 ഹവർ 1 മണിക്കൂർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫാൻ ഓഫ് ആയിക്കോളും. ഇപ്പോൾ 8 മണിക്കൂർ വരെ ഇതിലുള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കടന്നുറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ജസ്റ്റ് കൊടുക്കാൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. നമുക്ക് ഈ സ്പീഡ് കുറഞ്ഞാൽ പോരാ ഓഫ് ആവണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈ ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ടൈമിൽ ഓഫ് ആയിക്കോളും. അപ്പോൾ റിമോട്ടിൻ്റെ കാര്യങ്ങൾ അത്രേ പറയാനുള്ളൂ. ഇനി ഇതിൻ്റെ ഫാനിൻ്റെ ഫീച്ചേഴ്സും സ്പെക്കും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് ഈ ഫാനിൻ്റെ പേര് പോലെ ടെസ്ല 31 എന്നാണ് ഈ ഫാനിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അത് ഈ 31 എന്ന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ വാട്ട്സാണ്. അതായത് 31 വാട്ട്സാണ് ഈ ഫാൻ വരുന്നത്. 31 വാട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഷോക്കായിട്ടുണ്ടാവും. കാരണം സാധാരണ ഫാനുകൾക്കൊക്കെ അറിയാം ഏകദേശം 75 വാട്ട്സ് തൊട്ടാണ് ഏറ്റവും മിനിമം ആയിട്ട് ഉണ്ടാവും. 31 എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പകുതിയിലേറെ നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെക്കിൽ അവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എയർ ഡെലിവറി കൊടുത്തിട്ടുള്ളത് 225 ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 225 ക്യൂബിക് മീറ്റർ എയർ ഡെലിവറി അവർ ഇതിന് അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ RPM കൊടുത്തിട്ടുള്ളത് 380 RPM ആണ്. 380 RPM എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണയുള്ള നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫാനിനേക്കാൾ അത്യാവശ്യം സ്പീഡായിട്ടുണ്ട്. അതായത് ഹൈ സ്പീഡ് ഫാനിൻ്റെ ഒക്കെ സ്പീഡിലേക്ക് എത്തിയിട്ടുണ്ട് 380 RPM എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഈ ഒരു മാർച്ച് മാസത്തിലൊക്കെ ആണല്ലോ, മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ ആയിരിക്കും. ഈ സമയങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജും അത്യാവശ്യം കുറവായിരിക്കും. കാരണം എല്ലാവരും ഓൾറെഡി AC ആയാലും ഫാൻ ആയാലും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സമയം ആവുന്നതുകൊണ്ടായിരിക്കാം ആ സമയത്ത് വോൾട്ടേജ് പൊതുവെ കുറയുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് കുറയുന്നതുകൊണ്ട് എല്ലാവർക്കും ഫാനിൻ്റെ ഒക്കെ മുഴുവൻ സ്പീഡൊന്നും കിട്ടാത്തതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവില്ലേ. പക്ഷേ ഈ ഒരു ഫാൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനും സൊല്യൂഷൻ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറഞ്ഞ ഈ വോൾട്ടേജ് മതി ഇതിൻ്റെ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യാൻ വരെ. അപ്പോൾ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എത്രയാണ് ഏകദേശം വരുന്നത്. അപ്പോൾ പിന്നെ ഇതിലേറെ സ്പെക്കും കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതൽ പറയാനില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഫാനും അതുപോലെ തന്നെ നമ്മളൊരു നോർമലുള്ള ഒരു ഇൻഡക്ഷൻ ഫാനും ഉപയോഗിക്കുമ്പോൾ ഏകദേശം എത്ര കറണ്ട് ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കമ്പനി പറയുന്ന വാട്ട്സും ഒന്നും നോക്കുകയല്ല. അത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം എത്ര വാട്ട്സാണ് ഈ ഒരു ഫാനും അതുപോലെ തന്നെ ഒരു ഓർഡിനറി ഫാനും നമുക്ക് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതും ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. ഇപ്പോൾ രാത്രിയായി. ഇപ്പോൾ സംഭവം നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ സാധാരണ ഫാൻ അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെ BLDC ഫാൻ നമ്മൾ ചെറിയ സ്റ്റാൻഡിന്മേൽ കുടുക്കിയിട്ട് ഇത് ജസ്റ്റ് ഓണായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ളൊരു ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ക്ലാമീറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ക്ലാമീറ്ററിൽ നമ്മളിതിൻ്റെ ഒരു വയർ അതായത് ഫേസൊക്കെ നമ്മളിത് കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ ആംബിയർക്ക് ഇട്ട് കഴിഞ്ഞാലും ഇതിൽ ജസ്റ്റ് റീഡിങ് 0 ആണ് കാണിക്കുന്നത്. 0.0 ആണ് കാണിക്കുന്നത്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാമീറ്ററിൽ കാണിക്കാനുള്ള ഒരു ആംബിയർ പോലും ഈ ഒരു ഫാൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ കറക്റ്റ് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരുപാട് ക്ലാമീറ്ററും അതുപോലെ ഒരുപാട് മീറ്ററുകളൊക്കെ ഞാൻ ഒരുപാട് അന്വേഷിച്ച് നോക്കി. പക്ഷെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇതന്നെ കാണിച്ചു തരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു ഫാന് 31 വാട്ട്സ് ആയതുകൊണ്ട് 31 വാട്ട്സിൻ്റെ ഫാന് ഏകദേശം 230 വോൾട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആംബിയർ എടുക്കേണ്ടത് ഏകദേശം ഒരു 0.1 ഒക്കെ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാമ്പിൽ മിനിമം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 0.5ൻ്റെ മുകളിൽ ആംബിയർ ഉള്ളത് ഈ ഒരു ക്ലാമീറ്ററിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ ആംബിയർ ഇതിൽ 0.0 ആയിട്ട് തന്നെ കാണിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇതിൽ 0.0 ആണ്. ഞാൻ ജസ്റ്റ് ഇതിന് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇത് 0.0 തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കുറവ് ആംബിയറാണ് ഈ ഒരു ഫാൻ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയേയില്ല. അത്രയും സൈലൻ്റാണ് ഈ ഒരു ഫാൻ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മോട്ടർ DC മോട്ടർ ആയതുകൊണ്ട് സൗണ്ട് ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ മുമ്പ് വേറെ ഒരുപാട് പേര് റിവ്യൂ ചെയ്തതിലൊക്കെ വേറെ ഒരു കമ്പനിയുടെ BLDC ഒക്കെ ആകുമ്പോൾ സാമാന്യ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, സൗണ്ട് ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. ഇനി അതോ ആ ഒരു കമ്പനിയുടെ ഫാനിനൊക്കെ അങ്ങനെ സൗണ്ട് വരുന്നുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. ഈ ഒരു ഫാനിൻ്റെ സൗണ്ട് എന്തായാലും നമുക്ക് ജസ്റ്റ് ചെവി എടുത്ത് കൊണ്ടുപോയാൽ പോലും കേൾക്കാൻ സൗണ്ടൊന്നും ഇല്ല. ഇനി ലീഫ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഞാനിത് ഫിറ്റിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫാൻ നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വയറിങ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാകുന്ന ഈ ഒരു റെഗുലേറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഫാൻ യൂസ് ചെയ്യുന്ന ഈ റെഗുലേറ്റർ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്വിച്ച് ഓണിലാണ്, റെഗുലേറ്റർ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഓൺ ആക്കുക. ഇതിൽ ഞാൻ ജസ്റ്റ് പവർ ഓൺ ചെയ്തിട്ട് ഫുൾ സ്പീഡിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി ഫുൾ സ്പീഡ് കൊടുക്കുക. വേണ്ടോ ഫാന് ജസ്റ്റ് ഓൺ ആയിട്ടുണ്ട്. സാധാരണ ഫാനുകളുടെ മോട്ടറിനുണ്ടാകുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഈ എയർ കട്ട് ചെയ്യുന്ന സൗണ്ട് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. നല്ല
കാറ്റും കിട്ടുന്നുണ്ട്. സാധാരണ ഫാനിനേക്കാളും എൻ്റെ അഭിപ്രായത്തിൽ കാറ്റ് കിട്ടുന്നുണ്ട്. അതായത് ഈ റൂമിൽ ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഫാനിനേക്കാളും ഈ ഫാനിന് എനിക്ക് കാറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഫാനൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു, നല്ല ഡെമോ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കണ്ടു. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഫാൻ ഒന്ന് വാങ്ങി നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിപൊളി ബിൽറ്റ് ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ കാണാനുള്ള ലുക്കായാലും കളറായാലും നല്ല മാറ്റ് വൈറ്റ് ഫിനിഷിലായതുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ്. നിങ്ങൾക്ക് ലിവിംഗ് റൂമിലും ബെഡ്റൂമിലും എല്ലാ അതുപോലെ ഗസ്റ്റ് വരുന്ന ഗസ്റ്റ് റൂമിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളി ഫാനാണ്. അത് മാത്രമല്ല കറണ്ട് ബില്ലിലൊക്കെ നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇനിയും ഞാൻ അൺബോക്സ് ചെയ്യുന്നതാണ്, അടിപൊളി വീഡിയോസും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.